അച്യുതാനന്ദൻ സ്വർഗത്തിലെത്തിയിട്ടും ശ്രീകണ്ഠൻ നായർ ഇപ്പോഴും എയറിൽ തന്നെ. പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോഴുമൊക്കെ തന്നെ അദ്ദേഹത്തിന് സുപരിചിതമായ രാജവീതികളിലൂടെ ഇന്ന് പ്രകൃതി ദുരന്തമുണ്ടായാലും തെരഞ്ഞെടുപ്പുണ്ടായാലും ഒരു വിലാപയാത്ര നടക്കുമ്പോഴും മത്സരം ഇവിടുത്തെ TV ചാനലുകൾ തമ്മിലാണ്. ടാം റേറ്റിംഗിനായുള്ള മത്സരം മുറുകി മാന്യതയുടെ സകല സീമകളും ലംഘിച്ചാണ് ഇവരുടെ പോക്ക്. ഒരു എക്സ്ക്ലൂസീവ് വിഷ്വലിനു വേണ്ടി ശവശരീരം പോലും വിളക്ക് വന്ന് ഇവന്മാർ തട്ടിക്കൊണ്ടുപോകുമോ എന്ന ഭീതിയിലാണ് വീട്ടുകാർ പോലും. ഒരു മരം കൊള്ളക്കാരനെ മുന്നിൽ നിർത്തി ഒരു മുക്കിയ മന്ത്രിയുടെ കള്ളപ്പണം കൊണ്ട് തുടങ്ങിയ ഒരു ചാനലാണ് ഇപ്പോൾ ഈ മത്സരത്തിനെല്ലാം മുന്നിൽ നിൽക്കുന്നത്. എന്ത് തന്തയില്ലായ്മ കാണിച്ചും റേറ്റിംഗിന് മുന്നിലെത്തി വരുന്ന തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ കുളം കലക്കുവാൻ പരുവത്തിലാകണം, കാശൊന്നും പ്രശ്നമല്ല, എത്ര വേണേലും മുടക്കാം എന്നാണ് ഇവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സാധാരണ മാധ്യമങ്ങൾ 1ഉം 2ഉം ക്യാമറമാന്മാരെ ഉപയോഗിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാട്ടുകള്ളന്മാരുടെ ചാനൽ 5ഉം 6ഉം ക്യാമറമാരും റിപ്പോർട്ടർമാരെയും ഇറക്കുന്നു. മാത്രമല്ല ഹെലിക്യാമും പ്രത്യേക വണ്ടികളും ഒക്കെ കൂടെ ഉണ്ടാകും, ഒരു അഡീഷണൽ ഇമ്പാക്റ്റിന്. പ്രധാന ചാനലുകളിലെ പ്രധാനികൾ പണ്ട് ന്യൂസ് റൂമുകളിൽ അണ്ടിപ്പരിപ്പും ചായയും ഒക്കെ കുറച്ചുകൊണ്ടിരുന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് പുതിയ വാർത്താ ചാനലുകളിലെ മുഖ്യ വാർത്താ അവതാരകർ വരെ ഫീൽഡിലിറങ്ങി വെയിലും മഴയും കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം ഒരു കാരണവശാലും കൈയുള്ള ബ്ലൗസോ ചുരിദാറോ ഇടരുത് എന്നാണ്. ഒരു ബൈറ്റ് കൊടുക്കുമ്പോൾ മൊട്ടസാറേ എന്നും വിളിച്ച് 1 മിനിറ്റിനിടയിൽ 4ഉം 5ഉം പ്രാവശ്യം കക്ഷം കാണിക്കണം. ആങ്കർ ബൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറാമാൻമാർക്കുള്ള നിർദ്ദേശം പറ്റിയാൽ മാറിടവും വയറും ക്ലോസ് കാണിക്കണം, എങ്കിലേ പ്രേക്ഷകരെ ആകർഷിക്കുവാൻ പറ്റുകയുള്ളൂ പോലും. അതുപോലെ സ്റ്റുഡിയോയിൽ വാർത്ത അവതരിപ്പിക്കുന്ന വനിതാ അവതാരകരും ബെല്ലി ഡാൻസുകാരെ പോലെ മദാലസുകളായി ചെല്ലണമെന്നാണ് നിർദ്ദേശം. അവർക്കും ബ്ലൗസിന് കൈ നിഷേധം. കാരണം കക്ഷം കാണിക്കുമ്പോൾ ടാം റേറ്റിംഗ് ഉയർന്നു പൊങ്ങുമത്രേ. അതുപോലെ സ്റ്റുഡിയോയിൽ വയറും സൈഡ് വ്യൂവും കാണിച്ചാൽ നല്ല ഇമ്പാക്റ്റ് കിട്ടുന്ന പൊസിഷനുകളിൽ സ്റ്റുഡിയോയിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് വേണം വാർത്ത വായിക്കുവാൻ. വാർത്ത കണ്ട് കണ്ണു തള്ളിയില്ലെങ്കിലും കക്ഷവും വയറും കണ്ടെങ്കിലും പ്രേക്ഷകരുടെ കണ്ണു തള്ളണം എന്നതാണത്രേ AR XR കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തനം. ഈ മത്സരമെല്ലാം കണ്ട് പ്രഷർ കൂടി സമനില തെറ്റിയ ഒരാളുണ്ട്. പുട്ടിയും വിട്ട് പെയിന്റും അടിച്ച് പിടിച്ചു നിൽക്കുവാൻ കിടഞ്ഞു പരിശ്രമിക്കുന്ന ഒരു കണ്ടൻ നായർ. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ പിടികിട്ടിക്കാണും. ശ്രീകണ്ഠൻ നായർ തൻ്റെ സ്ഥാപനത്തിൽ നിന്നും പോയ മുട്ടയൊക്കെ മുട്ടൽ കൊള്ളക്കാരൻ്റെ കാശ് കൊണ്ട് തകർത്തു വാരുകയാണ്. എങ്കിലും തൻ്റെ ആ 62 മോഡൽ അംബാസഡർ വെച്ച് 82 മോഡലുമായി പിടിക്കുവാൻ ശ്രീകണ്ഠൻ നായർ പറ്റാവുന്ന പോലെ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും പണി പാളുന്നു, അരോചകമാകുന്നു. പക്ഷേ അതൊന്നും വകവെക്കാതെ ശ്രീകണ്ഠൻ മുഖ്യ അവതാരകനായി മുന്നോട്ട് പോവുകയാണ്. ശ്രീകണ്ഠൻ നായരുടെ 24 ചാനൽ കൈരളി TVയുടെ അനുജത്തിയും ഇടതുപക്ഷത്തിൻ്റെ ഒരു B ടീമുമാണെന്ന് നമുക്കറിയാം. കണ്ടൻ എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു കടപ്പാടെന്നും അതും നമുക്കറിയാം. അതുകൊണ്ട് എങ്ങനെ കാര്യങ്ങൾ കറങ്ങിത്തിരിഞ്ഞു വന്നാലും ഒടുവിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ വാർത്തകൾ അവസാനിപ്പിക്കൂ. CMDRF വിഷയത്തിൽ ഹാഷ്മി നെഞ്ചും വിരിച്ചെന്നൊരു പൊളപ്പൻ ഇൻട്രോ ഒക്കെ തട്ടിവിട്ട് അത് വൈറലായി കഴിഞ്ഞപ്പോൾ ഒരു സുപ്രഭാതത്തിൽ മോർണിംഗ് ഷോയിൽ ഹാഷ്മിയെ കൊണ്ട് കുനിച്ചു നിർത്തി വിജയേട്ടനെ സുഖിക്കുന്ന രീതിയിൽ ലേലുവല്ലു പറയിച്ചതും ആരും മറന്നിരിക്കുവാൻ ഇടയില്ല. നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചില പ്രേക്ഷകരൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുത്ത് വീഡിയോ ആക്കി ഇടുക, അതുപോലെ ഈ പണം കൊടുക്കുന്ന ആളുകളെ പിന്തിരിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില കർമ്മ പദ്ധതികൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ അറിയേണ്ട കാര്യം, നമ്മൾ ഇത്രയധികം മനുഷ്യർ മരിച്ച് നമ്മുടെ കൺമുന്നിൽ കിടക്കുകയാണ് ഈ സംഭവങ്ങളൊക്കെ. ആ സമയത്ത് നമ്മൾ കയ്യും മെയ്യും മറന്ന് മലയാളികൾ എന്ന് പറയുന്ന ഒറ്റ സഖ്യമേ ഉള്ളൂ എന്ന രീതിയിൽ ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട സമയമാണ്. കോവിഡ് കാലത്ത് നമ്മൾ എങ്ങനെയാണ് പരസ്പരം സഹായിക്കാൻ ശ്രമിച്ചത്, അതിനേക്കാൾ ശക്തിയിൽ നമ്മൾ സഹായിക്കേണ്ട ഒരു സമയത്താണ് മലയാളികൾ ചെന്നുപെട്ടിരിക്കുന്നത്. വയനാട്ടിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ നമ്മൾ ഇറങ്ങുമ്പോൾ മറ്റൊന്നും നമ്മളെ പിന്തിരിപ്പിക്കരുത്. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു വിശദീകരണം ഹാഷ്മി തന്നെ നൽകും. ഏത് സാഹചര്യത്തിലാണ് ഹാഷ്മി ഇത്തരം ഒരു കാര്യം പറഞ്ഞത്, അതിൻ്റെ സാങ്കത്യം ഇപ്പോഴില്ല എന്നുള്ള കാര്യം കൂടി ഹാഷ്മി പറയും. നമ്മൾ ഇന്നലെ വൈകുന്നേരം ആ പ്രചരണം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞതാണ് കാര്യം. എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു വാർത്തയാണ്, മറ്റൊരു കോണ്ടെക്സ്റ്റാണ്, മറ്റൊരു ചർച്ചയാണ്, മറ്റൊരു രാഷ്ട്രീയ ചർച്ചയാണ്. ഇതുപോലെ ഒരു കലാമിറ്റി കാലമല്ല, നമ്മൾ ഒരു മഹാദുരന്ത കാലമേ അല്ലത്. അതൊരു രാഷ്ട്രീയ ചർച്ചാ കാലത്തുണ്ടായ വേറൊരു സമയത്തുണ്ടായ ഇൻട്രോ ആണ്. അതിനെ ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ CMDRF ഫണ്ടിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി അതെടുത്ത് പ്രയോഗിക്കൽ, അത് പ്രചരിപ്പിക്കൽ അങ്ങേയറ്റം ചെയ്തുകൂടാത്ത പണിയാണ്, അധാർമിക പണിയാണ്. അത് ചെയ്തുകൂടാ. നിലവിൽ നമ്മുടെ പക്കലുള്ള ഏക ഉപായം മുഖ്യമന്ത്രിയുടെ CMDRF തന്നെയാണ്. അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഏജൻസികൾ പണം ശേഖരിക്കലോ
അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു സമാന്തര സംവിധാനം തൽക്കാലം നമുക്ക് നിലവിലില്ല എന്നുള്ളതാണ് അക്കൗണ്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സമാന്തര സംവിധാനം തൽക്കാലം നിലവിലില്ല. അങ്ങനെ ഒരു സമാന്തര സംവിധാനം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഗുണത്തിന് പകരം ദോഷമാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇത് മറ്റ് രാഷ്ട്രീയങ്ങൾക്കപ്പുറം നമ്മുടെ സംസ്ഥാനത്തിൻ്റെതായ ദുരിതാശ്വാസ നിധിയാണ്. ഇത് അതിലേക്ക് പണമിടൽ അല്ലെങ്കിൽ അതിലേക്ക് സഹായം എത്തിക്കൽ, കരുതൽ നൽകൽ എന്നത് മാത്രമാണ് കരണീയം. നമുക്ക് മറ്റെന്തെങ്കിലും വിമർശനമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട്, നമുക്ക് ഉറപ്പായും അത് ചർച്ച ചെയ്യാം. വരും ദിവസങ്ങൾ ഉറപ്പായും ചർച്ച ചെയ്യാം. നമുക്ക് കാര്യങ്ങൾ പറയാം. കാര്യങ്ങൾ കുറച്ചുകൂടി നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ രൂക്ഷമായി തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടാം. പക്ഷേ ഈ സമയം അതിന്റെ സമയമല്ല. ഈ സമയം ഏതെങ്കിലും തരത്തിലുള്ള ഭേദചിന്തകളുടെയോ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയത്തിന്റെയോ ഏതെങ്കിലും തരത്തിലുള്ള പഴിചാരകളുടെയോ ബ്ലെയിം ഗെയിമുകളുടെയോ ഒന്നും സമയമല്ല. ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയ്ക്ക് ശേഷം അടുത്ത ഒരു ചാകരയ്ക്ക് വേണ്ടി കാത്തിരുന്ന ചാപ്രകൾക്ക് വീണ് കിട്ടിയ ഒരു സുവർണാവസരമായിരുന്നു VS-ന്റെ വിലാപയാത്ര. ഇത്തരം മരണങ്ങൾ ഉണ്ടാകുമ്പോൾ മാക്സിമം മുതലെടുപ്പ് നടത്തുന്ന രണ്ട് കൂട്ടരാണ് ആശുപത്രികളും മാപ്രകളും. VS ദിവസങ്ങളോളം കിടന്ന ആശുപത്രിക്ക് ആ നാമത്തിൽ വളരെ നല്ലൊരു മൈലേജ് കിട്ടി. പലപ്പോഴും ഇത്തരം VVIPകൾ കിടക്കുമ്പോൾ ആശുപത്രിക്കാർ അവരെ വെന്റിലേറ്ററിൽ ഇട്ടാണെങ്കിലും അവരുടെ ആശുപത്രിവാസം പരമാവധി ദീർഘിപ്പിച്ചു കൊണ്ടുപോകും. കാരണം മറ്റ് VIPകൾ ഒക്കെ ഹോസ്പിറ്റലിൽ ഇവരെ സന്ദർശിക്കുവാൻ വരുമ്പോൾ ലഭിക്കുന്ന ആ മാധ്യമ ശ്രദ്ധ, ആ റിപ്പോർട്ട് അത് കോടികൾ മുടക്കിയാലും കിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരം VVIPകളെ പറയുന്ന പൈസ അങ്ങോട്ട് കൊടുത്ത് ചികിത്സ ഫ്രീ ആക്കി കൊടുക്കാമെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു ആശുപത്രി മുതലാളി നമ്മുടെ ഈ തിരുവനന്തപുരത്തുണ്ട്. അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യുക. VS കിടന്ന ആശുപത്രിക്കും കിട്ടി ആ മൈലേജ്. അതും പോരാഞ്ഞ് മരിച്ച വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം മനഃപൂർവ്വം മൃതദേഹം വിട്ടു നൽകാതെ മണിക്കൂറുകളോളം അവിടെ വെച്ച് താമസിപ്പിച്ചു. പല VVIPകളടക്കം ആശുപത്രിയുടെ മുന്നിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നത് ചാനലുകൾ തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. എല്ലാ മാധ്യമങ്ങളുടെയും ശ്രദ്ധ മണിക്കൂറുകളോളം ആ ആശുപത്രിയിലേക്ക് മാത്രമായി ചുരുങ്ങി. അത് ആശുപത്രിയുടെ PR ടീമിന്റെ ഒരു വിജയം കൂടിയാണ്. കയ്യിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു ഉറ്റുകൂടി. വീണ്ടും നമുക്ക് മാധ്യമങ്ങളുടെ ആ മത്സരത്തിലേക്ക് വരാം. എല്ലാവരും മത്സരിച്ച് VS-ന്റെ വിലാപയാത്ര ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മുടെ ശ്രീകണ്ഠൻ നായർക്ക് നാക്കുളുക്കിയത്. ചേതനയേറ്റ പിണറായി വിജയന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം മുന്നോട്ട് പോവുകയാണെന്ന് സാധാരണയുള്ള അദ്ദേഹത്തിന്റെ ഒരു വെപ്രാളവും ഒന്നും കാണിക്കാതെ അങ്ങ് പറഞ്ഞു കളഞ്ഞു. യഥാർത്ഥത്തിൽ കണ്ഠൻ നായരും ജനങ്ങളും കേൾക്കുവാൻ കാത്തിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു അതെങ്കിലും ചുമ്മാ പറഞ്ഞ് കൊതിപ്പിക്കുന്നോടാ എന്നും പറഞ്ഞാണ് നാട്ടുകാർ കണ്ഠൻ നായരെ പൊങ്കാലയിട്ടത്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുന്ന ആ വിഷ്വൽ നിങ്ങൾക്കേവർക്കും ഹൃദയസ്ഥമാണെന്ന് അറിയാമെങ്കിലും നമുക്കത് ഒന്നുകൂടെ കാണാം. പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോഴും ഒക്കെ തന്നെ അദ്ദേഹത്തിന് സുപരിചിതമായ രാജവീതികളിലൂടെ ശാന്തനായ ഒരുപക്ഷെ ചേതനയേറ്റ പിണറായി വിജയന്റെ മൃതദേഹം വഹിച്ചുള്ള വാഹന വ്യൂഹം മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ദർബാർ ഹാളിൽ ഇത് എത്തിച്ചേരുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കണ്ഠൻ നായർ ഇടതുപക്ഷത്തിന്റെ ചാവേറാണെന്ന് അറിയാമെങ്കിൽ പോലും ശ്രീകണ്ഠനെ അന്തംഗമ്മികൾ പോലും ഉടുത്തു എന്ന് മാത്രമല്ല വലിച്ചു കീറി സ്റ്റിക്കറാക്കി ഒട്ടിക്കുകയും ചെയ്തു. അതുവരെ നാട്ടിലുണ്ടായിരുന്ന സകലതിനെയും വിമർശിക്കുവാൻ, കളിയാക്കുവാൻ കുഞ്ഞൻ നമ്പ്യാർക്ക് ശേഷം തനിക്കാണ് ആ അവകാശമുള്ളത് എന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് നടന്ന കണ്ഠൻ നായർ മുച്ചേ മാപ്പ് കീജിയെ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. എല്ലാവരും അത് മനസ്സിൽ നിന്നും മായ്ച്ചു കളയണം, പൊങ്കാല നിർത്തൂ പ്ലീസ് എന്ന് യാചിച്ചുകൊണ്ട്. ഇതും സോഷ്യൽ മീഡിയയിൽ കിടന്ന് നിലത്ത് നിൽക്കാൻ പോലും അവസരം കിട്ടാതെ കിടന്ന് കറങ്ങുന്നുണ്ട്. നാട്ടുകാരെ വലിച്ചു കീറുമ്പോൾ, മറ്റുള്ളവർക്ക് ചെറിയ ചെറിയ തെറ്റുകൾ പറ്റുമ്പോൾ കുത്തിമറിഞ്ഞ കണ്ണനോട് ഞങ്ങൾ പൊറുക്കില്ല എന്നും പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ പൊങ്കാല തകർത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കുണ്ടായ ഒരു നാവുവിഴ പല പ്രേക്ഷകരും പല സുഹൃത്തുക്കളും എന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പ്രേക്ഷകർക്കെല്ലാം അറിയുന്ന പോലെ വളരെ വ്യക്തിപരമായ അടുപ്പം മുഖ്യമന്ത്രിയുമായി കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. വിജയേട്ടൻ എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. ചില ദൈവട്ടിയെ പോലെ ചില ആളുകളൊക്കെ പറയുന്ന ഒരുപാട് കാലമായി സീനിയോറിറ്റിയുള്ള ഒരു മാധ്യമപ്രവർത്തനം ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞാനതിനെയൊന്നും ന്യായീകരിക്കുന്നില്ല. അതേസമയം ഇത്തരം ലൈവ് അവതരണങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ ചില പിഴവുകളൊക്കെ സംഭവിച്ചു പോകും. അപ്പോൾ ഈ പിഴവുകൾ തിരുത്താനും എനിക്ക് മടിയില്ല. ഞാൻ ഒരു അപ്പോളജി പറയുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടാണ്. ഇതുകൊണ്ട് നിങ്ങളിത് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഒരു തത്സമയ പരിപാടിയിൽ ലൈവായിട്ട്, ഞാൻ എന്നെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല, ലൈവായി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ആലോചിച്ചുകൊണ്ടായിരിക്കും, ഇതിനകത്തൊരു കോർഡിനേഷനൊക്കെ ഉള്ളത് കൊണ്ട് ആലോചിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ സംസാരത്തിലൊരു പിഴവ് വരുന്നതൊക്കെ സ്വാഭാവികമാണ്. ഇതിലും വലിയ പിഴവുകൾ പല ആളുകൾക്കും പറ്റിയിട്ടുമുണ്ട്. പക്ഷേ ഞാൻ ന്യായീകരിക്കാത്തത് കൊണ്ട് തന്നെയാണ് വിജയേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് ഞാൻ ഒരു അപ്പോളജി തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നു.
നിങ്ങൾ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പല ആളുകളും പല കാരണങ്ങളും പല താല്പര്യം കൊണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. ചില ചാനലുകൾ തന്നെ പ്രചരിപ്പിക്കുന്നു എന്നാണ് ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത്. കാര്യം പിഴവിനും തെറ്റുകൾക്കും അതീതമായി നമുക്കിടയിൽ ചില മനുഷ്യരുണ്ടെന്ന വിശ്വാസത്തിലായിരിക്കുമല്ലോ ആളുകൾ ഇതൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ തെറ്റുപറ്റാത്ത ആളുകളുണ്ടെങ്കിൽ അവർ സന്തോഷത്തോടെ ഇരിക്കട്ടെ. ഇനി ഞാൻ തെറ്റുപറ്റുന്ന ഒരു സാധാരണ മനുഷ്യനാണ്, തെറ്റുപറ്റുന്നത് മനുഷ്യ സഹജമാണ് എന്ന് അലക്സാണ്ടർ പോപ്പ് പറഞ്ഞ വാക്കുകളാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കൽ കൂടി വിജയേട്ടനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയുന്നു, ദാറ്റ് വാസ് എ സ്ലിപ്പ്. അതൊരു നാവുപിഴയാണ്. അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ എടുക്കണം. ക്ഷമിക്കുക. ഇന്നലെ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയപ്പോൾ, ചാപ്രകൾ മത്സരിച്ച് കളത്തിലിറങ്ങിയപ്പോൾ ശ്രീകണ്ഠൻ നായരും ആവതില്ലെങ്കിലും അതിന്റെ കൂടെ ചാടി. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ട്രോളാണ് ഇനി കാണാൻ പോകുന്നത്. എന്റെ പൊന്നെണ്ണ മറക്കല്ല്, ജയിൽ ചാടിയത് ഗോവിന്ദച്ചാമിയാണ്, അല്ലാതെ ഗോവിന്ദ മാഷ് അല്ല. ഞങ്ങളെ ചിരിപ്പിച്ച് കൊല്ലരുതെന്ന് വെറുതെ ഒരു ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ട് എൻ്റെ പൊന്ന് കണ്ടൻ ചേട്ടാ, നിങ്ങൾ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിങ്ങും ആങ്കറിങ്ങും കൺട്രോളിങ്ങും ലൈറ്റിങ്ങും എഡിറ്റിങ്ങും കോർഡിനേഷനും എല്ലാം കൂടി അളിച്ചുവാരി ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ ഇതുപോലെ കൈവിട്ടു പോകും. ലൈവൊക്കെ ചെറുപ്പക്കാർക്ക് വിട്ടുകൂടെ? നിങ്ങളെ കൊണ്ട് ഇനി കൂട്ടിയാൽ കൂടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഇനി കൊല്ലും. നാട്ടുകാർ നിങ്ങളെയും തീർക്കും. സ്നേഹം കൊണ്ട് പറഞ്ഞതാ കേട്ടോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.